നമ്മൾ ഈ നടന്നു പോകുന്ന സമയങ്ങളിൽ അസമയങ്ങളിൽ പെട്ടെന്ന് ഭയപ്പെടുമ്പോഴാണല്ലോ നമ്മുടെ ബോഡിയിൽ നെഗറ്റീവ് എനർജി കൺസീവ് അത് ഭയം എന്ന് പറയുന്ന സംഗതി അല്ലാണ്ടാവണം, ഞെട്ടലാണ്ടാവണം. ശരിയാ, അതാണ് രണ്ടും വ്യത്യാസമുണ്ട്. കറക്റ്റ് ആണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വോയിസ് കേട്ടാൽ ഞെട്ടും, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രൂപം കണ്ടാൽ ഞെട്ടും. അവിടെ ഭയമല്ല വരണേ, ഞെട്ടല വരണേ. ഭയം, എല്ലാവരും ഭയപ്പാടോടുകൂടി ജീവിക്കുന്നു. ഭയം എന്ന് പറയുന്ന വലിയൊരു സബ്ജക്റ്റാണ്. ജ്യോതിഷത്തിൽ ഓരോ ഗ്രന്ഥങ്ങളിലും എഴുതിയിട്ടുണ്ട്, ഓരോ ഗ്രഹങ്ങളുടെ ആധിപത്യം ഓരോ സമയങ്ങളിലും ഓരോ ദശാകാലങ്ങളിലും നമ്മളെ ഭയപ്പാടുണ്ടാക്കുന്നു. ചന്ദ്രൻ വളരെ മനസ്സിൻ്റെ കാരകനാണെന്ന് പറയപ്പെടുന്നു. അമാവാസി സമയങ്ങളിൽ ചന്ദ്രൻ്റെ പക്ഷബലം കുറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഭയം മാനസിക സംഘർഷങ്ങളിലേക്ക് വരുന്നുവെന്ന് ജ്യോതിഷ പണ്ഡിതന്മാർ പറയുന്നു. താങ്കൾക്ക് എന്താണ് ഭയത്തിനെ പറ്റി പറയാനുള്ളത്? ഭയം, എൻ്റെ കാഴ്ചപ്പാടിൽ ഭയം മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. മനസ്സിൻ്റെ കാരകനാണ് ചന്ദ്രൻ എന്ന് ഒരു വ്യക്തി എഴുതി വെച്ചതാണ്. മനസ്സെല്ലാവർക്കും ഉണ്ട്, ചന്ദ്രനോട് എല്ലാവർക്കും ഉണ്ട്. മനസ്സിൻ്റെ കാരകൻ ചന്ദ്രനാണെന്ന് അദ്ദേഹം എഴുതി വെച്ചെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരി. ചന്ദ്രനല്ലാത്ത കുറേ സംഗതികൾ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. ചന്ദ്രൻ മുഖാന്തരമാണ് വേലിയേറ്റം ഉണ്ടാകുന്നത്. സർക്കംസ്റ്റാൻസിൽ നമുക്ക് വായു കിട്ടാണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ വായു കിട്ടാണ്ടാവുമ്പോൾ നമ്മൾ മരിച്ചു പോകുന്നൊരു ഭയം ഓട്ടോമാറ്റിക്കലി വരും. അപ്പം എന്താണ് ഭയം എന്നാണ് ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഭയം എന്താണെന്ന് പഠിച്ച് അതിനെ നിർവചിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയം ഇല്ലാണ്ടാവും. ശരിയാണോ എന്ന് ആലോചിച്ചു. അതായത് പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലാണ്ടാവും. പ്രശ്നങ്ങൾ മാറി നിന്ന് നോക്കി ഇങ്ങനെ കാണുമ്പോഴാണ് പ്രശ്നമാവണത്. അപ്പോൾ എന്താണ് ഭയം? എന്താണ് ഭയം എന്നൊരാളോട് ചോദിച്ചാൽ എനിക്ക് പാമ്പിനെ പേടിയാണ്, എനിക്ക് പട്ടിയെ പേടിയാണ്, എനിക്ക് ആനയെ പേടിയാണ്, കുതിരയെ പേടിയാണെന്നൊക്കെ പറയുമ്പോൾ അതല്ല നമ്മുടെ ചോദ്യം. ഭയം എന്താണ്? അതായത് നമുക്ക് നവരസങ്ങളെ കുറിച്ച് വിശദീകരണം നാട്യശാസ്ത്രത്തിൽ ഭരതമുനി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നവരസങ്ങൾ എന്ന് പറഞ്ഞിട്ട് അത് ശൃംഗാരം, വീരം, കരുണം, ഹാസ്യം, രൗദ്രം, ബീഭത്സം, അത്ഭുതം, ഭയാനകം, ശാന്തം. ഇതിൽ 8ാമത്തെ രസമാണ് ഭയാനകം എന്ന് പറയുന്നത്. ഭയാനകം എന്ന് പറഞ്ഞ രസം ഉണ്ടാവണമെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഭാവം ഉണ്ടാവണം. ഈ ഭാവത്തിനാണ് ഭയം എന്ന് പറയുന്നത്. ഈ ഭയം ഒരിക്കലും പ്രസന്റ് അല്ല. ഞാൻ ആർഗ്യൂ ചെയ്യും, പ്രസന്റ് അല്ല ഭയം. പക്ഷെ ഭയം പ്രസന്റ് അല്ലേ? അല്ല, ഭയക്കുന്നു എന്നുള്ളത് പ്രസന്റ് ആണ്. ഭയം പ്രസന്റിൽ വരുമ്പോഴാണല്ലോ അവിടെയാണ് ഭയക്കുന്നു എന്നുള്ളത് പ്രസന്റ് ആണ്, ഭയം പ്രസന്റ് അല്ല. ആണോ? വിശദമാക്കി തരാൻ പറ്റും. ഞാനൊരു നിർവചനത്തെ കൂടെ പറയട്ടെ, വിരോധം ഉണ്ടാവില്ലല്ലോ. വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റിജക്ട് ചെയ്യാം. കാരണം എനിക്ക് പറഞ്ഞേ പറ്റൂ. അതായത് ഭയം എന്ന് പറഞ്ഞാൽ തികച്ചും ഭാവി സംബന്ധമാണ്. അടിച്ചുറപ്പിച്ച് ഞാൻ പറയും. അടുത്ത നിമിഷത്തിൽ, അടുത്ത മണിക്കൂറിൽ, അടുത്ത ദിവസത്തിൽ, അടുത്ത ആഴ്ചയിൽ, അടുത്ത മാസത്തിൽ, അടുത്ത വർഷത്തിൽ, അടുത്ത വർഷത്തിലെ ഏതെങ്കിലും ഒരു മാസത്തിൽ, ഏതെങ്കിലും ഒരു ആഴ്ചയിൽ, ഏതെങ്കിലും ഒരു ദിവസത്തിലെ ഏതെങ്കിലും ഒരു മണിക്കൂറിലെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മൾക്കുണ്ടായേക്കാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ് ഭയം. പക്ഷേ ഈ ചിന്തയ്ക്കും അപ്പുറം നമ്മൾ ഈ നടന്നു പോകുന്ന സമയങ്ങളിൽ അസമയങ്ങളിൽ പെട്ടെന്ന് ഭയപ്പെടുമ്പോഴാണല്ലോ നമ്മുടെ ബോഡിയിൽ നെഗറ്റീവ് എനർജി കൺസീവ്. അത് ഭയം എന്ന് പറയുന്ന സംഗതി അല്ലാണ്ടാവണം, ഞെട്ടലാണ്ടാവണം. ശരിയാ, അതാണ്. രണ്ടും വ്യത്യാസമുണ്ട്. കറക്റ്റ് ആണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വോയിസ് കേട്ടാൽ ഞെട്ടും, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രൂപം കണ്ടാൽ ഞെട്ടും. അവിടെ ഭയമല്ല വരണേ, ഞെട്ടല വരണേ. ഇത് എഫക്ട് ചെയ്യുന്നത് തലച്ചോറിനല്ല, ഹാർട്ടിനെയാണ്. ഹാർട്ടിനെയാണോ? ഹൃദയത്തിനാണ് എഫക്ട് ചെയ്യുന്നത്. തലച്ചോറിലേക്കല്ലേ ഇതിന്റെ ആദ്യത്തെ ഒരു പിന്നീടാണ് കാരണം. തലച്ചോറിൽ കയറിയ പിന്നെ ഭയമായി, ഹൃദയത്തിന് ഭയമില്ല, ഉണ്ടാവില്ല എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചോളൂ, സംസാരിക്കുന്നത് നിങ്ങൾ ഹൃദയം കൊണ്ടാണ്. ഹൃദയം കൊണ്ട് സംസാരിക്കണമെന്ന് പേടിപ്പെടുത്താൻ പറ്റില്ല നിങ്ങൾക്ക്. തലച്ചോറുകൊണ്ട് സംസാരിക്കുന്നവന്, ചിന്തിക്കുന്നവന്, തലച്ചോറിൽ ബുദ്ധിയുള്ളവനെ പേടിപ്പിക്കാം, ഹൃദയത്തിൽ ബുദ്ധിയുള്ളവനെ പേടിപ്പിക്കാൻ പറ്റില്ല. ഹൃദയത്തിൽ ബുദ്ധിയുള്ളവനും ഭയം വരില്ല. എന്താണ് ഹൃദയ ബുദ്ധിയും തലച്ചോർ ബുദ്ധിയും? തലച്ചോറിൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അതൊരു മെഷീൻ്റെ ആണ്. ഹൃദയത്തിൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ മെഷീൻ്റെ അല്ല, നേച്ചറിലാണ് എന്ന് ഞാൻ പറയും. നമ്മൾ ഈ NLP ഒക്കെ പഠിക്കുന്ന സമയങ്ങളിലും പല രീതിയിലുള്ള ഈ എന്താ പറയുക അഡ്വാൻസ്ഡ് ലെവൽ തെറാപ്പി പഠിക്കുന്ന സമയങ്ങളിലും സാധാരണ മനുഷ്യൻ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്ന അവൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് അല്ലേ? തീർച്ചയായിട്ടും. ഈ ഹൃദയവുമായിട്ട് എങ്ങനെ, അത് നമ്മൾ പറയാം ഹൃദയത്തിൽ എനിക്ക് സ്നേഹമുണ്ട് എന്ന് പറയാം, പക്ഷേ അതെങ്ങനെയാണ് ഹൃദയവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും? അതായത് മനസ്സെന്താണ് എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചോട്ടെ, വിരോധമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞോട്ടെ. ഞാനൊരു സ്കൂളിൽ കൗൺസിലിംഗ് ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 10ാം ക്ലാസ്സിലെ പേരൻസിനാണ്, 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ പേരൻസിനാണ് കൗൺസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കൗൺസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, സ്ത്രീകൾക്ക് സ്വന്തം മനസ്സിൽ നിന്നാണ് സ്വാതന്ത്ര്യം വേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. 12:30 കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ സെഷനാണ്, അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ എൻ്റെ ഭാഷയിൽ സുന്ദരിയായ സ്ത്രീ എന്നിട്ട് എന്നോട് ചോദിച്ചു, സാറ് പറഞ്ഞല്ലോ
സ്ത്രീകൾക്ക് മനസ്സിൽ നിന്നാണ് സ്വാതന്ത്ര്യം വേണ്ടത്. മനസ്സെന്ന് പറയുന്ന സംഗതി ഉള്ളതാണോ, അതൊരു സങ്കല്പം മാത്രമല്ലേ ചോദിക്കുകയാണ്. അപ്പം ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കൽ വാതിലിൻ്റെ സൈഡിൽ നിന്നിട്ട് നോക്കുമ്പോൾ റോട്ടിൽ ഇതേപോലൊരു പെൺകുട്ടി, അങ്ങനെ ഒരു ജൂനിയറായിട്ട് റോട്ടിൽ നല്ല വെയിൽ 12:30 നേരമാണ് കളിക്കണം. ഞാൻ അവരോട് ചോദിച്ചു, ആ നിൽക്കണ കുട്ടി മാഡത്തിൻ്റെ ആരെങ്കിലും ആണോ ചോദിച്ചു. മകളാന്ന്. ആ കുട്ടി അവിടെ വീണാൽ, മൂക്ക് പൊട്ടിയാൽ മാഡത്തിന് വേദനിക്കുമോ? കണ്ണിനാണോ, ചുണ്ടിനാണോ, പല്ലിനാണോ, ചെവിക്കാണോ, കയ്യിനാണോ, എവിടെയാണ് വേദനിക്കുക? എവിടെ വേദനിക്കും? മനസ്സിലാണ് വേദനിക്കുക. അപ്പോൾ അത് എവിടെ ഇരിക്കണം? തലച്ചോറിലാണോ ഇരിക്കണേ? പറയാൻ പറ്റുമോ? തലച്ചോറിന് മനസ്സിനെ സ്വാധീനിക്കാനോ? ചിന്തകളെ കൊണ്ട്. ഈ ചിന്തകളെ നമുക്ക് മനസ്സിന് കീഴ്പ്പെടുത്താൻ പറ്റുന്ന വാശി പിടിക്കുന്ന ആളാണ് ഞാൻ. കാരണം തലച്ചോറിൻ്റെ പ്രവർത്തനം കഴിഞ്ഞാലും ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിൽക്കണ്ടാവും. ബ്രെയിൻ ഡെത്ത് കഴിഞ്ഞതിന് ശേഷം ഹൃദയം അവസാനം ഇടിപ്പ് നിൽക്കുന്നത്. ശരിയാ. നമ്മൾ എന്താ പറയുക, ഈ മനസ്സെന്ന് പറയുന്ന സംഭവം വളരെ വലുതാണ്, വലിയൊരു ടോപ്പിക്. തീർച്ചയായിട്ടും കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് നമ്മൾ സംസാരിച്ചാൽ തീരില്ല. നമ്മൾ ചോദിച്ചു വന്ന സംഗതി ഭയത്തിനെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പോൾ ഈ ഭയം ചന്ദ്രനാൽ ഉണ്ടാക്കപ്പെടുന്നു എന്നുള്ളതാണ് അസ്ട്രോളജി പറയണെന്നാണ് നേരത്തെ ഇപ്പം താങ്കൾ പറഞ്ഞ ഭാഷയിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ജ്യോതിഷപരമായി അതാ പറഞ്ഞത് എന്ന് താങ്കൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഭയം എന്ന് പറയുന്ന സംഗതിക്ക് ചന്ദ്രൻ മാത്രമാണ് കാരകനായിട്ട് വരുന്നതെന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ടാവും. ശരി. അവിടെ എനിക്ക് നിങ്ങളെ ഭയപ്പെടുത്താം. എങ്ങനെ? നിങ്ങളെക്കുറിച്ച് എനിക്ക് അറിവുള്ളിടത്തോളം ഭയപ്പെടുത്താൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു അറിവില്ലെങ്കിൽ ഞാൻ എങ്ങനെ പേടിക്കുക? പേടിക്കാനൊരു ബോധം വേണം. അതെ, അതെ. ഇതിൻ്റെ അടിസ്ഥാനം ബോധമാണ്. ഈ ബോധത്തിൽ എനിക്ക് നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷത്തിൽ ഉണ്ടായേക്കാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള ചിന്ത വരുമ്പോഴാണ് എനിക്ക് ഭയം വരണേ. അല്ലെങ്കിലോ ഭയമില്ല. പൊട്ടൻ്റെ ഇടിക്കണം കൂടുന്നു പറയുന്നുണ്ട്, ചിന്തയില്ലാത്തതുകൊണ്ടാണ്. അത് അവിടെ എന്താ വെച്ചാൽ ബുദ്ധി എന്ന് പറയുന്ന സംഗതി തലച്ചോറിൻ്റെ പ്രൊഡക്ഷനാണ്. അവിടെ ഭയപ്പെടുത്തുന്നിടത്ത്, ഭയപ്പെടാത്തടത്ത് ഹൃദയത്തിലാണ് സംഗതി. ആദ്യം ഉണ്ടായ സംഗതിക്ക് തലച്ചോറുണ്ടായിരുന്നില്ല എന്നാണ് വിശ്വസിക്കണം. പ്രഥമ കോശത്തിനാണ് നമ്മൾ ദൈവം എന്ന് വിശേഷിപ്പിക്കുന്നത്. ശരിയാണോ? ആ പ്രഥമ കോശത്തിന് തലച്ചോറുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇനി അടുത്തൊരു ചോദ്യം എന്ന് വെച്ചാൽ ഗർഭപാത്രത്തിൽ നിന്നാണ് കുട്ടി വരണേന്ന് പറയണു. ആദ്യത്തെ ഗർഭപാത്രം എവിടെ ഉണ്ടായി? കുട്ടി വരാണ്ട് എങ്ങനെ ഉണ്ടായി ചോദിച്ചാലോ? ചോദ്യമായി തന്നെ നിൽക്കും. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അതായത് സ്ത്രീകൾ. അപ്പോൾ നോക്കുമ്പോൾ ഇതിനെയാണ് നമ്മൾ ദൈവം എന്ന് വിളിച്ചത്. അതിനുണ്ടായിരുന്നില്ലാത്തൊന്നും നമുക്കെന്തിനാ? ഒരു പ്രപഞ്ചം ഉണ്ടാക്കണമെന്ന് ഇത്രയും വലിയ ബോധം വന്നിട്ടുള്ളൊരു ചെറിയ കണിക. നമ്മൾ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രദീപ് എന്ന് പറഞ്ഞ വ്യക്തിയും സുരേഷ് ബാബു എന്ന വ്യക്തിയും ജനിക്കുന്നതിന് മുൻപ്, അച്ഛനും അമ്മയും ഉദ്ദേശിക്കുന്നതിന് മുൻപ്, അതിന് ഉദ്ദേശിച്ചതിന് ശേഷം കേവലം ഒരു കോശമായിരുന്നു, ഒരു സെല്ല് മാത്രമായിരുന്നു. ഇത് ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ 62 കിലോ ആയി മാറി. കുറേ രോമവും മറ്റു സാധനങ്ങളൊക്കെ ആയിട്ട് കൊള്ളാട്ടോ, മമ്മൂട്ടിയേക്കാൾ ഭംഗിയുണ്ടെന്ന് സ്വയം കണ്ണാടി നോക്കുമ്പോൾ തോന്നുന്ന ഒരാൾ ഞാൻ. എൻ്റെ ചിന്ത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സെല്ല് ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്, നിങ്ങളിലും ഉണ്ട്, അവരിലും ഉണ്ട്. ബഹുമാന സൂചകം പറയുന്നത് താങ്കളിലും ഉണ്ട്. ഈ സംഗതിയുണ്ട്. ഈ സംഗതിയിലുള്ളിടത്തോളം നിങ്ങൾ ആരെ ഭയപ്പെടണം? ഈ ഭയത്തിനെ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യണം? അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഭയമില്ലാതാവും. കാരണം ഇനി ദുരന്തമൊന്നും വരാനില്ല എന്ന് ഉറപ്പിച്ചാലോ? അതിനാണ് പഴയൊരു ചൊല്ല, ആകെ മുങ്ങിയാൽ കുളിരില്ല. കുളിരില്ല തന്നെയാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ കുളിരില്ലാണ്ടല്ല, മുങ്ങിയിലോ മുങ്ങി. ഇപ്പം മനുഷ്യനെ ഏറ്റവും കൂടുതൽ പേടി അല്ലെങ്കിൽ ഭയം എന്ന് പറയുന്ന സംഗതി സാമ്പത്തിക അവസ്ഥയാണ്. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നൊരു ചൊല്ല് പണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നാണയം കണ്ടുപിടിച്ചാണെങ്കിലും പൂജ്യം കണ്ടുപിടിച്ചവനാണ് ആദ്യം പോയി തല്ലണ്ടെന്ന് ഞാൻ പറയും. 9 വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇതുവരെ നമ്മൾ ഏത് സംഖ്യ എടുത്താലും ഈ 9ന്റെ താഴ്ത്ത നിൽക്കുക കൂട്ടി വന്നു കഴിഞ്ഞാൽ. പൂജ്യം കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കണേ. ആര്യഭടനോ ഏതോ ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞേക്കണേ. അയാളുടെ ഏതെങ്കിലും ഒരു ബന്ധുവിനെ കണ്ടപ്പോൾ തല്ലിക്കൊല്ലും ഞാൻ. വിഷമം വേറൊന്നുമല്ല, ഇത് കണ്ടുപിടിച്ചതിന് ശേഷം ഡെവലപ്മെൻറ്റ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഇരിക്കുന്നതും ഈ വർത്തമാനങ്ങളൊക്കെ ടെലികാസ്റ്റ് ചെയ്യണതൊക്കെ ഈ പൂജ്യം ഇല്ലെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യില്ല. ബൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 0+1 അല്ലെങ്കിൽ 0-1 ആണ് ഒരു ബൈറ്റ് വരുന്നത്. 8 ബിറ്റ് കൂടിയിട്ടുള്ള സാധനത്തിന് ബൈറ്റ് എന്ന് പറയുന്നത് ഈ സാധനത്തിന് 0-1-0-1-0-1 കൂട്ടിച്ചേർത്താണ് നമ്മുടെ രൂപയിൽ വരുന്നത്. എന്തുമാത്രം സംഗതി. ഇനി ഈ ഭയം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നുള്ള സാധനത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് കൂടി ഉണ്ടാവില്ല. അതുകൊണ്ട് ആദ്യം അത് ഭയം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഭയത്തിനെ അങ്ങോട്ട് എടുത്ത് ഞാനേ കുറച്ച് നേരം ഭയത്തിനെ ഒന്ന് എടുത്തിട്ട് താലോലിക്കാം. നമ്മുടെ കുട്ടിയാണല്ലോ, അവിടെ വേണമെങ്കിൽ വെക്കാം. തലച്ചോറിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേസ് എന്ന് പറയുന്ന സംഗതിയുടെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന കേവലം രസതന്ത്രത്തിൻ്റെ കഷ്ണമാണ് ഭയം എന്ന് ഞാൻ പറയും. ഇലക്ട്രോ മാഗ്നറ്റിക് റേസ് വൈദ്യുത കാന്തിക തരംഗത്തിൻ്റെ പ്രവർത്തനം കൊണ്ടുണ്ടാവുന്നതാണ് ചിന്ത. അതിൻ്റെ കേവലം രസതന്ത്രത്തിൻ്റെ ഫലം. അതായത് എനിക്ക് താങ്കളെ ഇഷ്ടമായി,
താങ്കൾക്കൊരു കയ്യോട് നല്ല കൈയായിരുന്നു, ആ താങ്കളെ എനിക്ക് ഇഷ്ടമായി, താങ്കൾ എന്താണ്, താങ്കളുടെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് 2-3 മിനിറ്റ് മതി. ആ ആ 25 കൊല്ലം ഒരുമിച്ച് നടന്നാൽ തന്നെ എനിക്ക് മനസ്സിലാവുള്ളൂ. കാരണം നമ്മളൊരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ 500 കൊല്ലം നിരന്തരം ആലോചിച്ചാൽ ഒരു സെക്കൻഡിലാണ് തീരുമാനം വരിക. അതിന് ഏറ്റവും വലിയ തെളിവ് 1947 ഓഗസ്റ്റ് 14 രാത്രി 11:55 ശേഷമുള്ള ഒരു തീരുമാനം, ഒരു നിമിഷത്തെ തീരുമാനമാണ് പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് 12 മണിക്ക് ഇന്ത്യ ഫ്രീ ആയത്. അന്ന് ഇവിടെ പ്രഷർ വന്നിട്ടായിരുന്നു ഫ്രീ ആയത്, വേറെ രാഷ്ട്രത്തിൽ നിന്ന് ഇവിടെ യുദ്ധപ്രഖ്യാപനം കൊണ്ട് ഉണ്ടായിരുന്നു. ആര് സ്വാതന്ത്ര്യത്തിന് കമ്മി നേടുന്നില്ല, അയാളുടെ തീരുമാനം നമ്മൾ ഇന്ത്യ വിടാൻ പോവുകയാണ്. അപ്പോൾ തൊട്ട് മാറ്റമാണ്. നമ്മൾ മാറ്റം ഏത് സമയത്തും ഉണ്ടാവാം. നമുക്ക് ആദ്യം മാറ്റണം, നമ്മളിൽ നിന്ന് നമ്മളിൽ ജനിച്ചുകൊണ്ടിരിക്കുന്ന വൈകാരികതകളെ നോക്കിയിട്ട് അതിലേറ്റവും ദുഷിച്ച വികാരത്തിലൊന്നാണ് ഭയം. ഈ ഭയം കൊണ്ടാണ് നിരാശ വരണതും, ഭയം കൊണ്ടാണ്, അതായത് നാളെ അവരെന്നെ വന്നിപ്പോൾ ഞാൻ ഒരാൾക്ക് ഒരുപാട് പൈസ കൊടുക്കാനുണ്ട്, ആ കൊടുക്കാനുള്ള ആൾ ഇത് അവിടെ വരുന്നു, ഞാൻ ഓട്ടോമാറ്റിക്കലി എൻ്റെ മുഖം മറക്കുകയാണ്, എൻ്റെ ശരീരം അയാൾ കാണുന്നുള്ളത് ഞാൻ നോക്കണേ ഇല്ല. പകരം അയാളോട് ഞാൻ പറയണത് എൻ്റെ സ്റ്റേജ് വളരെ മോശമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം, അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാവുമോ? ഇല്ല. ഈ പൈസ നിങ്ങൾക്ക് കിട്ടിയാലല്ലേ നിങ്ങൾക്ക് കാര്യം ഉണ്ടാവുള്ളൂ, അതിന് ഞാൻ ജീവിച്ചിരിക്കണ്ടേ, അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കാൻ അനുവദിക്കാം കുറച്ച് നാൾ കൂടി. എത്ര നാളെന്ന് ഞാൻ പറയണില്ല, ഇതൊരു എക്സ്ക്യൂസാണ്, എൻ്റെ ലൈഫ് എക്സ്പീരിയൻസാണ് ഞാൻ പറയണേ. അതായത് എനിക്ക് ഭയമില്ലാതായിട്ട് കൊല്ലം കുറേയായി. കാരണം എപ്പോൾ കറക്റ്റ് ചിന്തയെ നോക്കി കാണാൻ കഴിഞ്ഞുവോ അപ്പോൾ തൊട്ട് എനിക്ക് ഭയമില്ല. ചിന്തയെ നമുക്ക് നോക്കി കാണാൻ പറ്റിയാൽ ഉറപ്പാണ്, ചിന്തയെ നോക്കി കണ്ടാൽ നമുക്കതിനെ നമ്മൾക്ക് അതിനെ ഇൻസ്ട്രുമെൻ്റ് ആക്കാൻ കഴിഞ്ഞാൽ ഉറപ്പാണ്, നമുക്കതിനെ വെപ്പണാക്കാൻ കഴിഞ്ഞാൽ ഭയം ഇല്ലാതാവും, നമ്മളിൽ ഇല്ലാതാവും. ലോകത്തിൽ നിന്ന് ഭയം തിരിച്ച് ഉടച്ചു മാറ്റാനൊന്നും പറ്റുന്നില്ല, പക്ഷെ നമ്മളിൽ ഈ ഭയം ഉണ്ടാവില്ല. പേടി വരുമുണ്ട്, സെക്കൻഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, എനിക്കിതേ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, ദേഷ്യം വന്നോ, ദേഷ്യം വരുന്നുണ്ടെന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ദേഷ്യം ഇല്ലാണ്ടാക്കാൻ പറ്റും നമുക്ക്, ഉറപ്പല്ലേ. ഇത് അടിസ്ഥാനപ്പെടുത്തുന്നത് ബോധത്തിനെയാണ്. അപ്പം എന്താണ് ബോധം? എല്ലാ ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തന ഫലത്തിനെയാണ് ബോധം എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള പ്രവർത്തന ഫലത്തിന് ശരിയായ ബോധം എന്ന് പറയാം. അപ്പം ശരി എന്താണ്? ഇതെങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്. ശരി എന്താണ്, തെറ്റെന്താണ്? എന്തായാലും ഭയം എന്ന് പറയുന്ന സബ്ജക്റ്റ് വളരെ വലുതാണ്, എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള സബ്ജക്റ്റാണ്. തീർച്ചയായിട്ടും താങ്കളുടെ നിർവചനം തികച്ചും വ്യത്യസ്തമാണ്. നമുക്ക് ഭയത്തിനെ കുറിച്ച് ഇനി അടുത്തൊരു എപ്പിസോഡിലേക്ക് പോവാം. തീർച്ചയായിട്ടും. നമസ്കാരം. നമസ്കാരം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.